നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് മെയ് 18 പ്രഖ്യാപിക്കും എന്ന് CBF കൺഫേം ചെയ്തല്ലോ. ആഞ്ചലോട്ടി കഴിഞ്ഞ കുറച്ച് കോളപ്പുകളിൽ പറഞ്ഞ വാക്കുകളില്ലേ, എന്ത് വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് എടുക്കണമെങ്കിലുള്ള പ്രഥമ ക്രൈറ്റീരിയ 100% ഫിറ്റ് ആവുക എന്നുള്ളതാണ് എന്ന്. ഇപ്പോൾ ബ്രസീലിലെ താരങ്ങൾ ഓരോരുത്തരായിട്ട് പരിക്കിൻ്റെ പിടിയിൽ അമരുന്ന സമയത്ത് ആഞ്ചലോട്ടിക്ക് അതേ പോളിസി കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇറ്റാലിയൻ കോച്ചിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന രൂപത്തിലാണ് സമീപകാലത്ത് വന്ന വാർത്തകൾ. റോഡ്രിഗോ പരിക്കേറ്റ് റൂൾഡ് ഔട്ടായി, അത് ഇനി വേൾഡ് കപ്പ് കളിക്കില്ല എന്ന് ഉറപ്പാണ്. ആലിസൺ ഇപ്പോൾ പരിക്കേറ്റ് ലിവർപൂളിനായിട്ട് അങ്ങനെ കളിക്കുന്നില്ല. ഈ 100% ഫിറ്റ്നസ് പറയുകയാണെങ്കിൽ ആലിസൺ വോൺ ഗോ. വേൾഡ് കപ്പിന് ആലിസൺ ഉണ്ടാവില്ല. മിലിറ്റാവോയുടെ കാര്യം വളരെ കഷ്ടമാണ്. പരിക്കേറ്റ് ബൈസെപ്പ് ഫെമോറിസിന് പരിക്കെന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം റിലാപ്സായി എന്ന് പറയുന്നു. പഴയ സ്കാർ വീണ്ടും തുറന്നിരിക്കുന്നു എന്ന് പറയുന്നു. വീണ്ടും സർജറിക്ക് വിധേയനാവേണ്ടി വന്ന വേൾഡ് കപ്പ് മിസ്സാവും. അതല്ല, അദ്ദേഹം കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുന്നു എന്ന സൂചനകൾ ഇന്ന് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് ഇത് എടുത്താലും 100% ഫിറ്റ് ആവുമോ? 100% ഫിറ്റ് അല്ലെങ്കിൽ വേൾഡ് കപ്പിന് കൊണ്ടുപോകില്ല എന്നല്ലേ ആഞ്ചലോട്ടിയുടെ പോളിസി. അങ്ങനെയാണെങ്കിൽ മിലിറ്റാവോ വോൺ ഗോ. കഴിഞ്ഞോ? ഇല്ല. എസ്റ്റവായോ? ഇതേ സിറ്റുവേഷനാണ് എസ്റ്റവായോക്കും. സർജറി വേണം എന്നാണ് ചെൽസി പറയുന്നത്. എന്നാൽ അത് വേണ്ട, അങ്ങനെ സർജറി നടത്തിയ ഉറപ്പായിട്ടും വേൾഡ് കപ്പിൽ നിന്ന് റൂൾഡ് ഔട്ട് ആവും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് താരങ്ങൾ മറ്റ് ട്രീറ്റ്മെൻറ്റുകളിലൂടെ സാധിക്കുമോ വേൾഡ് കപ്പിന് നോക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ 100% ഫിറ്റ്നസ് പറഞ്ഞാൽ എസ്റ്റവായോ ഓൾസോ വോൺ ഗോ. വേൾഡ് കപ്പിന് എസ്റ്റവായും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ബ്രൂണോ ഗുയിമറസിൻ്റെ കാര്യമോ? ബ്രൂണോ ഗുയിമറസ് ഡൗട്ട്ഫുള്ളാണ്. ഇപ്പോഴും പരിക്കിൽ നിന്ന് പൂർണ്ണ മുക്തനായിട്ടില്ല. അലക്സാൻഡ്രോയുടെ കാര്യമോ? ഈസ് എ ബിഗ് ഡൗട്ട്. അപ്പോൾ അതുകൊണ്ട് നെയ്മറുടെ കാര്യത്തിൽ ഇപ്പോൾ 2 മാസക്കാലം നെയ്മർ പരിക്കില്ലാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നെയ്മർ 100% ഫിറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ടി വരും. അതല്ല, 100% ഫിറ്റ് അല്ല എന്ന് നെയ്മറുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ മറ്റ് പലരെയും കൊണ്ടുപോകാനും പറ്റൂല. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എന്ത് തീരുമാനം ഇതിൽ വരും? ആ 100% ഫിറ്റ്നസ് എന്നുള്ളത്, ആ പോളിസി അതുപോലെ മുറുകെ പിടിക്കാൻ ആഞ്ചലോട്ടിക്ക് കഴിയുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.